ഹലോ ഗെയ്സ്, ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് സീരീസിലെ ഏഴാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു സീരീസിലൂടെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് എങ്ങനെ ക്രിപ്റ്റോ ട്രേഡിംഗ് പഠിക്കുക എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ഈ ഒരു ചാനലിൽ കുറച്ച് വീഡിയോസ് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ടൈം ഫ്രെയിം, അതെങ്ങനെ വർക്ക് ചെയ്യുന്നു, അതുപോലെ നമ്മുടെ ഓരോ ട്രേഡിംഗ് സ്റ്റൈലിനനുസരിച്ച് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ടൈം ഫ്രെയിം എങ്ങനെ ചൂസ് ചെയ്യാം, അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്നിവിടെ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഡയറക്റ്റ്ലി ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ എടുത്തിട്ടുള്ളത് ബിറ്റ്കോയിൻ USDTയുടെ 1 ഡേ ടൈം ഫ്രെയിമുള്ള ഒരു ക്യാൻഡിൽ സ്റ്റിക് ചാർട്ടാണ് നമ്മളിവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു, ടൈം ഫ്രെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്യാൻഡിൽ സ്റ്റിക് ചാർട്ടിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാൻ എടുക്കുന്ന സമയത്ത് പറയുന്ന പേരാണ് ടൈം ഫ്രെയിം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ കറൻ്റ്ലി നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 1 ഡേ ടൈം ഫ്രെയിമുള്ള ക്യാൻഡിൽ സ്റ്റിക് ചാർട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പറയുന്നത്, ഇവിടെ കാണുന്ന ഓരോ ക്യാൻഡിലും റെപ്രസെൻറ്റ് ചെയ്യുന്നത് ബിറ്റ്കോയിൻ്റെ ഒരു ദിവസത്തെ പ്രൈസിലെ മൂവ്മെൻറ്റിനാണ് ഓരോ ക്യാൻഡിലും ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. ഇനി അതുപോലെ നമ്മുടെ ഈ റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം, ഇവിടെ കറൻ്റ്ലി ഒരു ബിയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് നമ്മുടെ ഒരു പ്രൈസിങ് ടാബിൽ കാണിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു 83,972 USDT ആണ് അതിൻ്റെ ഒരു ബിറ്റ്കോയിൻ ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നതെന്നുള്ളത് കാണിക്കുന്നുണ്ട്. അതുപോലെ അതിൻ്റെ തൊട്ട് താഴായിട്ട് ഇവിടെ ഒരു ടൈമർ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമർ ഉദ്ദേശിക്കുന്നത് ഈ ലാസ്റ്റ് ഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാൻ ഇനി എത്ര സമയം ഉണ്ടെന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ വന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം, ഓൾമോസ്റ്റ് ഒരു 9 ഹവേഴ്സും 21 മിനിറ്റ്സും ബാലൻസ് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു ലാസ്റ്റ് ഫോം ചെയ്യുന്ന ഒരു ക്യാൻഡിൽ ഫോം ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് പുതിയൊരു ക്യാൻഡിൽ അവിടെ ഫോം ചെയ്യുന്നു എന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ ലാസ്റ്റത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു, നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് പല ടൈം ഫ്രെയിംസ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കിതിൽ ഓരോ ടൈം ഫ്രെയിമും ചൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ മാർക്കറ്റ് അനാലിസിസ് മറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ നമ്മളന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നമ്മുടെ ഈ ഒരു ടൈം ഫ്രെയിം നമ്മൾ ചൂസ് ചെയ്യുന്നത് നമ്മുടെ ട്രേഡിംഗ് സ്റ്റൈലിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം, പലതരത്തിലുള്ള ട്രേഡിംഗ് സ്റ്റൈൽസ് അവൈലബിൾ ആണ്. നമ്മൾ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും, അതുപോലെ സ്വിംഗ് ട്രേഡ് ചെയ്യുന്നുണ്ട്, പിന്നെ അതുപോലെ ഡേ ട്രേഡ് ചെയ്യുന്നുണ്ട്, പിന്നെ അതുപോലെ സ്കാൽപ്പിംഗ് എന്നുള്ള മറ്റൊരു ട്രേഡിംഗ് സ്റ്റൈലുണ്ട്. അപ്പോൾ ഇത് ഓരോ ട്രേഡിംഗ് സ്റ്റൈലിലും നമ്മൾ ചൂസ് ചെയ്യുന്ന ടൈം ഫ്രെയിം ഡിഫറെൻ്റ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിലെ എൻഡിലായിട്ട് നമ്മൾ പറയുന്നുണ്ട്, നമ്മുടെ ഓരോ ട്രേഡിംഗ് സ്റ്റൈലിനെ ഓരോ ട്രേഡിംഗ് സ്റ്റൈലിനും നമ്മൾ ഏത് ടൈം ഫ്രെയിം ചൂസ് ചെയ്യും, അല്ലാതെ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ചൂസ് ചെയ്യുന്ന ടൈം ഫ്രെയിം ഏതാണെന്നുള്ളതെല്ലാം നമ്മൾ വളരെ ഈസി ആയിട്ട് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മളെ വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് എന്തായാലും ഇനി നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ഓരോ ടൈം ഫ്രെയിമിൻ്റെ ബാക്കിലെ ലോജിക്ക് എന്താണ്, അതുപോലെ ഓരോ ടൈം ഫ്രെയിമിലും ക്യാൻഡിൽ സ്റ്റിക്സിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ലാസ്റ്റ് ഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ബെയറിഷ് ക്യാൻഡിൽ നോക്കാം. ഈ ഒരു ക്യാൻഡിൽ നമ്മൾ എടുക്കുന്നില്ല, അതിന് തൊട്ട് മുന്നേ നമുക്കറിയാം ഒരു ക്യാൻഡിൽ ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് 13th ഏപ്രിലാണ്. അതിന് തൊട്ട് മുന്നേ 12th ഏപ്രിലിന് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കാര്യങ്ങൾ നമുക്ക് വളരെ ഈസിയായി മനസ്സിലാക്കാൻ നോക്കാം. നമ്മുടെ ലാസ്റ്റത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മുടെ ഒരു ക്യാൻഡിലിൻ്റെ 4 പാർട്സിനെ കുറിച്ച്, ഓപ്പണിംഗ്, ക്ലോസിങ്, അതുപോലെ അതിൻ്റെ ഹൈ പോയിൻറ്റ്, ലോ പോയിൻറ്റ്, ഇതെല്ലാം എന്താണെന്നുള്ള വളരെ ഈസി ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ലാസ്റ്റ് 12th ഫോം ചെയ്തിട്ടുള്ള ഒരു ക്യാൻഡിലിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും നമ്മൾ ജസ്റ്റ് ഓപ്പണിംഗ് അല്ല, നമ്മുടെ ഹയസ്റ്റ് പോയിൻറ്റും ലോവസ്റ്റ് പോയിൻറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹയസ്റ്റ് പോയിൻ്റ് എന്നുള്ള ഇതാണ്, ഇത് നമ്മൾ ജസ്റ്റ് മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ലോവസ്റ്റ് പോയിൻ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് വലുതാക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു 12th ഫോം ചെയ്തിട്ടുള്ള ഈ ഒരു ക്യാൻഡിൽ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം. നമുക്ക് മുന്നോട്ട് വരുന്ന സമയത്ത് ഇതൊന്ന് കറക്റ്റായിട്ട് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇതൊന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ക്യാൻഡിൽ ജസ്റ്റ് അതിൻ്റെ ഹൈയും ലോയും മാർക്ക് ചെയ്ത് ഇത് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ അറിയാം, നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 1 ഡേ ടൈം ഫ്രെയിമിലുള്ള ഒരു ക്യാൻഡിൽ സ്റ്റിക്കാണ്, ഒരു ടൈം ഫ്രെയിമാണ് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇവിടെ ഒരു ദിവസത്തിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ഒറ്റ ക്യാൻഡിലാണ് ഇവിടെ ഫോം ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ഇവിടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്ത്, ഇവിടെ ഇതിൻ്റെ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് ഒരു ബുള്ളിഷ് മൂവ്മെൻ്റ് ആണ് ഈ ഒരു ദിവസം കാഴ്ച വെച്ചിട്ടുള്ളത്. അതുപോലെ ഓപ്പൺ ചെയ്തു പ്രൈസ് നേരെ മുകളിലേക്ക് പോയിട്ടാണ് ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ദിവസത്തിൽ ഒന്നുകൂടി എന്താണ് സംഭവിച്ചത് ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ലോവർ ടൈം ഫ്രെയിമിൽ പോയിട്ട് എന്ത് ചെയ്യണം, ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നോക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം, ഒരുപാട് ലോവർ ടൈം ഫ്രെയിംസ് അവൈലബിൾ ആണ്. നമ്മൾ ഡയറക്റ്റ്ലി നമ്മൾ സെലക്ട് ചെയ്യുന്നത് 4 ഹവേഴ്സിൻ്റെ ക്യാൻഡിൽ സ്റ്റിക്സ് ആണ് ടൈം ഫ്രെയിം നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ നമുക്കിവിടെ ഈ 4 ഹവർ ടൈം ഫ്രെയിമിൽ നമ്മുടെ ചാർട്ട് ഇവിടെ ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം, 4 ഹവർ ടൈം ഫ്രെയിമിൽ 12th ഏകദേശം ഒരു 6 ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യം ഫോം ചെയ്തിട്ടുള്ള 12ാം തീയതി ആദ്യം ഫോം ചെയ്തിട്ടുള്ള ക്യാൻഡിൽ ഇതാണ്, ഈ ഒരു റെഡ് ക്യാൻഡിലാണ്. ഇവിടെ പ്രൈസിന് എന്താ സംഭവിച്ചില്ല, പ്രൈസ് ഇവിടുന്ന് താഴേക്ക് വന്നു, താഴെ വന്നതിൻ്റെ ശേഷം ഇവിടുന്ന് റിജക്ഷൻ കിട്ടി, പ്രൈസ് പിന്നീട് മുകളിലേക്ക് പോയിട്ട് ഏകദേശം ഈ ഒരു ക്യാൻഡിലോട് കൂടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, 12ാം തീയതിക്കത്തെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പ്രൈസ് വന്ന് നിന്നുള്ളത്
എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരു ദിവസത്തിൽ നിന്നും 1 ഡേ ടൈം ഫ്രെയിമിൽ നിന്നും 4 ഹവേഴ്സിലേക്ക് വന്നപ്പോൾ നമുക്ക് പ്രൈസിൻ്റെ ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇതിലും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പ്രൈസ് മൂവ്മെൻറ്റ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും ലോവർ ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 1 അവർ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം 1 അവർ ടൈം ഫ്രെയിം നമ്മുടെ ചാർട്ട് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. 1 അവർ ടൈം ഫ്രെയിമിൽ ഏകദേശം ഒരു 24 ക്യാൻഡിൽ ഒരു ദിവസത്തിന് ഫോം ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യമായിട്ട് ഫോം ചെയ്തിട്ടുള്ള ക്യാൻഡിൽ എന്നുള്ളത് ഈ ഒരു റെഡ് ക്യാൻഡിലാണ്. അപ്പോൾ ഇവിടുന്ന് പ്രൈസ് എന്താ സംഭവിച്ചിട്ടുള്ളത്, പ്രൈസ് ഇവിടുന്ന് നേരെ താഴെ വന്നു. നമ്മൾ മുന്നേ കണ്ട പോലെ തന്നെ പ്രൈസ് നേരെ താഴെ വന്നു. ഇവിടുന്ന് കുറച്ച് മുകളിലേക്ക് പോകാൻ നോക്കി, അത് അവിടുന്ന് റിജക്ഷൻ കിട്ടി താഴെ വന്നു. വീണ്ടും മുകളിലേക്ക് പോയിട്ട് ഏകദേശം ഈ ഒരു ക്യാൻഡിലോട് കൂടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ 12-ാം തീയതിക്കത്തെ ഡേറ്റ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, പുതിയൊരു ക്യാൻഡിൽ ഓപ്പൺ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 1 അവറിൽ വന്നപ്പോൾ നമുക്ക് ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. ഇനി നമുക്ക് 15 മിനിറ്റും 5 മിനിറ്റും വെച്ച് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ജസ്റ്റ് 15 മിനിറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 15 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമിലുള്ള ഒരു ചാർട്ട് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം ഇവിടെ ഏകദേശം ഒരു 96 ക്യാൻഡിൽസ് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ 15 മിനിറ്റ്സിൻ്റെ 96 ക്യാൻഡിൽസ് ഫോം ചെയ്തിട്ടുണ്ടാവുന്നതാണ്. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യം ഫോം ചെയ്തിട്ടുള്ള 12-ാം തീയതി ഏറ്റവും ആദ്യം ഫോം ചെയ്തിട്ടുള്ള ക്യാൻഡിൽ എന്നുള്ളത് ഈ ഒരു റെഡ് ക്യാൻഡിലാണ്. ഇവിടെ ഈ കാണുന്ന ഈ റെഡ് ക്യാൻഡിലാണ്. ഇവിടെ നിന്ന് സംഭവിച്ചിട്ടില്ല, ഇവിടുന്ന് പ്രൈസ് ചെറുതായിട്ടൊന്ന് മുകളിലേക്ക് പോയി, ഇവിടുന്ന് റിജക്ഷൻ കിട്ടി, പ്രൈസ് നല്ലോണം താഴെ വന്നു. ഈ ഒരു ലോവർ പോയിന്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പ്രൈസ് കുറച്ച് മുകളിലേക്ക് പോയി, ഇവിടുന്ന് വീണ്ടും റിജക്ഷൻ വന്നു, പ്രൈസ് താഴെ വന്നു, ഇവിടുന്ന് വീണ്ടും പ്രൈസ് മുകളിലേക്ക് പോയി, ഇവിടുന്ന് കുറച്ചുകൂടി താഴെ വന്നു. ഏകദേശം ഈ ഒരു പോയിന്റിൽ എത്തിയപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, പ്രൈസ് പിന്നീട് ക്ലോസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ആ ഒരു അന്നത്തെ ദിവസത്തിൻ്റെ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നത് ഏകദേശം ഈ ഒരു പോയിന്റിൽ എത്തിയപ്പോഴാണ്. അപ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് 5 മിനിറ്റിൻ്റെ ഒരു ടൈം ഫ്രെയിമിലേക്ക് പോയിട്ടുണ്ട്. നമുക്കിവിടെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ക്യാൻഡിൽസ് ഫോം ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസത്തിൽ ഏകദേശം ഒരു 288 ക്യാൻഡിൽസ് 5 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽസ് ഫോം ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം ഇവിടെ 12th ആദ്യ ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുള്ള ഏകദേശം ഈ ഒരു പോയിന്റിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിട്ടില്ല, പ്രൈസ് കുറച്ച് മുകളിലേക്ക് പോയി, പ്രൈസ് താഴെ വന്നു, ചെറുതായിട്ടൊന്ന് മുകളിലേക്ക് പോകാൻ നോക്കി, റിജക്ഷൻ കിട്ടി, താഴെ വന്നു, വീണ്ടും മുകളിലേക്ക് പോയി, ഇവിടുന്ന് കുറച്ചുകൂടി താഴെ വന്നു, വീണ്ടും മുകളിലേക്ക് പോയി ഒരു ഹയർ പോയിന്റ് ക്രിയേറ്റ് ചെയ്തു, ഹൈ ക്രിയേറ്റ് ചെയ്തു, വീണ്ടും താഴെ വന്നു, ഇവിടെ ഹയർ ലോ ക്രിയേറ്റ് ചെയ്തു, മുകളിലേക്ക് പോയിട്ടുണ്ട്. മുകളിലേക്ക് പോയിട്ട് എന്ത് ചെയ്തു, ഏകദേശം ഈ ഒരു ഇവിടുന്ന് കുറച്ചുകൂടി ഇവിടെ ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു, കുറച്ച് താഴെ വന്നതിന് ശേഷം പ്രൈസ് വീണ്ടും മുകളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം ഏകദേശം ഈ ഒരു പോയിന്റിൽ നിന്നും അന്നത്തെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ട് പുതിയൊരു ക്യാൻഡിൽ ഓപ്പൺ ആവുകയാണ് ചെയ്തിട്ടില്ലേ. അപ്പോൾ നമുക്കിവിടെ നോക്കി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം നമ്മൾ ഓരോ തവണയും ലോവർ ടൈം ഫ്രെയിമിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൈസ് മൂവ്മെൻറ്റ് അന്നത്തെ ദിവസത്തിൽ സംഭവിച്ചിട്ടുള്ള പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് ഒന്നും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പല ടൈം ഫ്രെയിംസും ആളുകൾ യൂസ് ചെയ്യുന്നത്. നമ്മുടെ മാർക്കറ്റ് അനാലിസിസ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹയർ ടൈം ഫ്രെയിംസിൽ പോകും. ഹയർ ടൈം ഫ്രെയിംസിൽ നമ്മുടെ അനാലിസിസ് കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം നമ്മുടെ ലോവർ ടൈം ഫ്രെയിമിൽ വന്നിട്ട് എന്ത് ചെയ്യുന്നത്, എൻട്രി എക്സിറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യാണ് ചെയ്യുന്നത് സാധാരണ. അപ്പോൾ ഇനി നമുക്ക് ചെക്ക് ചെയ്യാം ഓരോ ട്രേഡിംഗ് സ്റ്റൈലിലും നമ്മൾ എങ്ങനെയാണ് ടൈം ഫ്രെയിം ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം എത്ര ട്രേഡിംഗ് സ്റ്റൈൽസ് അവൈലബിൾ ആണ്, അല്ലാതെ ആളുകൾ ഏതൊക്കെ രൂപത്തിലാണ് ട്രേഡ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്കിവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാം ഇതിന് മെയിനായിട്ട് നമുക്ക് 4 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യത്തെ ട്രേഡിംഗ് സ്റ്റൈൽ എന്നുള്ളത് പൊസിഷണൽ ട്രേഡിംഗ്, എല്ലാം ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊക്കെ പറയും. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് മാസങ്ങൾക്ക് ശേഷം അല്ലാതെ വർഷങ്ങൾക്ക് ശേഷമൊക്കെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്റ്റൈലാണ് പൊസിഷണൽ ട്രേഡിംഗ് അല്ലാതെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ട്രേഡിംഗ് അനാലിസിസ് മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ടൈം ഫ്രെയിം എന്ന് പറയുന്നത് വീക്ക്ലി ടൈം ഫ്രെയിമോ മന്ത്ലി ടൈം ഫ്രെയിമോ ആണ്. എന്നിട്ട് നമ്മൾ ട്രേഡിംഗ് അനാലിസിസ് കാര്യങ്ങളെല്ലാം ചെയ്ത് പ്രൈസ് ഇത്ര മുകളിലേക്ക് പോകും നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ട് നമ്മൾ എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നത് ഡെയിലി ടൈം ഫ്രെയിമിലാണ്. അപ്പോൾ ഈ ഡെയിലി ടൈം ഫ്രെയിമിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എൻട്രി എടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ട്രേഡിങ്ങിന് പറയുന്ന പേരാണ് പൊസിഷണൽ ട്രേഡിംഗ് എന്നുള്ളത്. രണ്ടാമത്തെ കാറ്റഗറി ആയിട്ട് വരുന്നതാണ് സ്വിംഗ് ട്രേഡിംഗ് എന്നുള്ളത്. അപ്പോൾ ഈ സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അത്ര നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ക്രിപ്റ്റോ വാങ്ങിച്ച് ഹോൾഡ് ചെയ്യുന്നില്ല. ചിലപ്പോൾ നമ്മളൊരു ആഴ്ചകളോളം അല്ലാതെ ഒരു മാക്സിമം ഒരു മാസങ്ങളോളം ഹോൾഡ് ചെയ്യുന്ന ഈ ഒരു ട്രേഡിംഗ് സ്റ്റൈലിനെ പറയുന്ന പേരാണ് സ്വിംഗ് ട്രേഡിംഗ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മുടെ ചാർട്ട് അനാലിസിസ് മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എടുക്കുന്ന ടൈം ഫ്രെയിമാണ് ഡെയിലി ടൈം ഫ്രെയിം അല്ലാതെ വീക്ക്ലി ടൈം ഫ്രെയിം. ഇതിൽ നമ്മുടെ ട്രേഡിംഗ് വ്യൂ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മൾ എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന സെലക്ട് ചെയ്യുന്ന ടൈം ഫ്രെയിമാണ് 4 അവർ ടൈം ഫ്രെയിം എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ കാറ്റഗറി നമ്മളെല്ലാം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മൂന്നാമത്തെ കാറ്റഗറിയാണ് ഡേ ട്രേഡിംഗ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ സമയത്തേക്കൊന്നും ഹോൾഡ് ചെയ്യുന്നില്ല, മാക്സിമം 1 ഡേ അതിൻ്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ എടുത്ത പൊസിഷൻ നമ്മൾ എക്സിറ്റ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ചിലപ്പോൾ ഒരു മണിക്കൂറുകളോളൊക്കെ ഈ ഒരു ട്രേഡ് റൺ ചെയ്യും, അത്ര മാക്സിമം ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മളെ മാർക്കറ്റ് അനാലിസിസ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നതിന് ട്രെൻഡ് ലൈൻസ്, അതുപോലെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, പിവറ്റ് പോയിൻറ്റ്സ് ഇതെല്ലാം മാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ടൈം ഫ്രെയിമാണ് 15 മിനിറ്റ്സോ അല്ലാന്നുണ്ട് 1 അവറോ. അപ്പോൾ ഇതിൽ നമ്മുടെ മാർക്കറ്റ് വ്യൂസ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതിൽ എൻട്രി, ഈ ഒരു പൊസിഷനിൽ എൻട്രി എടുക്കാൻ വേണ്ടി, ട്രേഡിൽ എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ടൈം ഫ്രെയിമാണ് 5 മിനിറ്റ്സിൻ്റെ. അപ്പോൾ ലോ ടൈം ഫ്രെയിമിലേക്ക് വരുന്നു, എന്നിട്ട് നല്ലൊരു എൻട്രി കിട്ടുന്ന സമയത്ത് ലോ ടൈം ഫ്രെയിമിൽ എൻട്രി എടുക്കുകയാണ് ചെയ്യാറ്. ഇനി നാലാമത്തെ വേറൊരു കാറ്റഗറിയാണ് സ്കാൽപ്പിംഗ് എന്നുള്ളത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, വളരെ കുറഞ്ഞ സമയത്തേക്ക് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നത്. മാക്സിമം ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് അത്രയൊക്കെ ഹോൾഡ് ചെയ്യുള്ളൂ. അപ്പോൾ അവിടെ നമ്മുടെ ട്രേഡിംഗ് അനാലിസിസ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഹയർ ടൈം ഫ്രെയിമാണ് 5 മിനിറ്റ്സ് എന്നുള്ളത്. എന്നിട്ട് അവിടുന്ന് നമ്മൾ ലോവർ ടൈം ഫ്രെയിമായ 1 മിനിറ്റ്സിലേക്ക് വന്നിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അപ്പോൾ ട്രേഡെല്ലാം എടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം എങ്ങനെയാണ് നമ്മുടെ ഈ ഡേ ടൈം ട്രേഡിങ്ങിൽ എങ്ങനെയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നുള്ളത് മുന്നോട്ട് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വീഡിയോസ് ചെയ്യുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് കാര്യങ്ങളെല്ലാം നമ്മളവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ എന്താണ് ടൈം ഫ്രെയിം, അതെങ്ങനെ വർക്ക് ചെയ്യുന്നു, നമ്മുടെ ഓരോ ട്രേഡിംഗ് സ്റ്റൈലിനനുസരിച്ച് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ടൈം ഫ്രെയിം എങ്ങനെ ചൂസ് ചെയ്യാം, അത്തരം കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് നമ്മളിവിടെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ കണ്ടിട്ട് നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കുക. അങ്ങനെയാണ് ഇത്തരം ടോപ്പിക്സ് എല്ലാം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകളിലേക്ക് ഈ ഒരു കണ്ടന്റ് എത്തിക്കുന്നതിനും അത് വളരെ ഹെൽപ്ഫുൾ ആവുന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്കൊരു ടെലിഗ്രാം കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ആ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അവിടെ നമ്മൾ ക്രിപ്റ്റോ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള, അതുപോലെ ക്രിപ്റ്റോ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ന്യൂസ് കാര്യങ്ങളെല്ലാം നമ്മളവിടെ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ്ങിനും കാര്യങ്ങൾക്കെല്ലാം അതെല്ലാം വളരെ ഹെൽപ്ഫുൾ ആവുന്നതാണ്. സോ സീ യു ഗൈസ് വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.